2022 മെഡിക്കൽ എൻട്രൻസ് രംഗത്ത് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന് കരസ്ഥമാക്കാൻ സാധിച്ചത് താരതമ്യപ്പെടുത്താനാവാത്തത്ര വിജയമാണ്. ബ്രില്യൻറ്റിലെ നിരവധി പ്രോഗ്രാമുകളിലൂടെയാണ് ഈ വിദ്യാർത്ഥികൾ അവരുടെ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിൽ ബ്രില്യൻറ്റിലെ എയിംസ് 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെയും ബ്രില്യൻറ്റിലെ കൃത്യമായ പരിശീലനത്തിലൂടെയും ഉയർന്ന സ്കോർ കരസ്ഥമാക്കി MBBS എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന ഏതാനും വിദ്യാർത്ഥികളുടെയും +1 +2 ബ്രില്യൻറ്റിലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത മാതാപിതാക്കളുടെയും വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പോൾ അങ്ങനെ 10th വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ചേച്ചി ബ്രില്യൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ ആ ചേച്ചി വഴിയാണ് ഞാനിങ്ങനെ അറിഞ്ഞത് ബ്രില്യൻ്റുണ്ട്. അപ്പം അവിടെ പഠിച്ച ഉറപ്പായിട്ടും നല്ല കോച്ചിങ് ആണ്, ഉറപ്പായിട്ടും കിട്ടുമെന്ന് എനിക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ഞാൻ ബ്രില്യൻ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ആ കുട്ടി പറഞ്ഞു തന്നെ ഇന്ന ദിവസം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി പോയാണ് കഫേയിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി കിട്ടി. അങ്ങനെ ജോയിൻ ചെയ്തു. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു +1 +2 കാലഘട്ടത്തോടൊപ്പം നീറ്റിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരുപക്ഷെ കുറേ കൂടെ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. കാരണം ബോർഡ് എക്സാം അതിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു തയ്യാറെടുപ്പ്? ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പം സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നീറ്റ് എങ്ങനെയാ, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാം ഒന്നിനെയും കുറിച്ച് എനിക്കറിയില്ല. ഫസ്റ്റ് ജോയിൻ ചെയ്തു, ആദ്യത്തെ ക്ലാസ്സസൊക്കെ കണ്ടു, നല്ലതുപോലെ പഠിക്കാൻ തോന്നി, പഠിച്ചു. ആദ്യമൊക്കെ നല്ല സ്കോർസ് ഉണ്ടായിരുന്നു. പിന്നെ +1 അവസാനമൊക്കെ ആയപ്പോഴാണ് 600 എബവ് എനിക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ +2 ആയപ്പോൾ ഫുൾ 650 എബവ് ആയി. അങ്ങനെ കയറി വന്നു. അങ്ങനെ നല്ല റാങ്കൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടി. +1 +2 തന്നെയാണ് എൻട്രൻസ് എഴുതി ഇത്രയും ശതമാനത്തോടെ കിട്ടിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോറാണ് അഖില കരസ്ഥമാക്കിയത്. നമ്മൾ എത്രയായിരുന്നു സ്കോർ? 685 മാർക്കാണ് അഖില കരസ്ഥമാക്കിയത്. +1 +2 കാലഘട്ടത്തോടൊപ്പമായിരുന്നു ഈ അഖിലയുടെ ഒരു തയ്യാറെടുപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എല്ലാ മാതാപിതാക്കളും ഇത്ര അവെയർ ആവാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ കാര്യം. കാരണം ചിലവരൊക്കെ പെട്ടെന്നായിരിക്കും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ചിലപ്പം പെട്ടെന്ന് സാധ്യമായെന്നൊക്കെ വരില്ല. പപ്പായ്ക്ക് എങ്ങനെയായിരുന്നു അതായത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അതായത് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം ആ ഒരു ചെറുപ്പകാലം മുതലേ എൻട്രൻസ് മേഖലയിൽ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കണം, ആ ഒരു തോന്നലൊക്കെ വന്നതെങ്കിൽ? കാരണം ഇത് നമ്മൾ ബേസിക്കലി ഒരു ബിൽഡിംഗ് പണിയുന്ന പോലെ തന്നെ ഇതിൻ്റെ ബേസ് വളരെ സ്ട്രോങ് ആക്കിക്കൊണ്ട് പോയില്ലെങ്കിൽ നാഷണൽ ലെവൽ ഇത്രയും സ്റ്റുഡൻസുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അറൗണ്ട് 1.5 to 1.8 മില്യൺസ് ഓഫ് സ്റ്റുഡൻസുമായിട്ടാണ് നമ്മൾ നാഷണൽ ലെവലിൽ ഇത് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ്. ഇറ്റ്സ് എ ടൈറ്റ് ഫൈറ്റ്. ഇതുപോലെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് പാലാ ബ്രില്യൻറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്റ്റുഡൻറ്റ് ഒരു 5 സ്റ്റെപ്പ് ചെയ്യുന്ന പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കട്ട് ചെയ്തിട്ട് ഒരു 2 സ്റ്റെപ്പ് ചെയ്യാനും മാത്രം അതിലൊരു ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കും. നമ്മുടെ CBSE സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള എക്സാംസാണ് 10ാം ക്ലാസ് വരെ കൂടുതലും. നേരെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട, ഒബ്ജക്റ്റീവായിട്ടുള്ളത് കാര്യങ്ങൾ മാത്രം മതി. അപ്പം നമ്മൾ എൻട്രൻസിന് ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും. അപ്പോൾ ബ്രില്യൻറ്റ് അതിനകത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാര്യം അവിടുത്തെ ക്വസ്റ്റ്യൻസും എല്ലാം ഒബ്ജക്റ്റീവ് ബേസ്ഡായിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും കൂടെ നമുക്ക് എക്സാംസ് എഴുതാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ടായിരുന്നു. 8ലും 9ലും പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും കൂടെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ നമുക്ക് 8ലും 9ലും ആ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകളുണ്ട്, അതും കൂടെ നല്ലപോലെ പഠിപ്പിച്ചായിരുന്നു ബ്രില്യൻറ്റ് വിട്ടുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് 2 ബുക്കായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്, വിസ്താറും വിസ്താർ എക്സ്പേർട്ടും. അപ്പം വിസ്താറിൽ നമ്മുടെ 8ലും 9ലും ചാപ്റ്റേഴ്സ് നല്ലപോലെ പഠിപ്പിച്ചു തരും. എക്സ്പേർട്ടിൽ നമുക്ക് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും പഠിപ്പിച്ചു തരുമായിരുന്നു. അപ്പം നമുക്ക് രണ്ടും എളുപ്പമായിരുന്നു. കരസ്ഥമാക്കിയ സ്കോർ എത്രയായിരുന്നു? എനിക്ക് 660 മാർക്കാണ് കിട്ടിയത്. ഓൾ ഇന്ത്യ 2670 ആണ് റാങ്ക് കിട്ടിയത്. വളരെ ഹാപ്പിയാണ്. ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ. ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. ക്ലാസ്സൊക്കെ കണ്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലാസ്സസൊക്കെ എന്ന് പറയുമ്പോൾ സാറുമാരൊക്കെ നമ്മളെ ഇരുത്തി മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ രണ്ടിനും പഠിക്കുന്ന കാര്യം സെയിമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഒബ്ജക്റ്റീവ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് പറയുമ്പോൾ എക്സാമൊക്കെ ആ ടൈമിന് ഇങ്ങനെ നടത്തി സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവിനോട് പരിചിതമായി ആവും. പിന്നെ സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നേരത്തെ കുട്ടികളൊക്കെ ബ്രില്യൻറ്റ് പഠിക്കുന്നതായിട്ട് അന്നേരം ബ്രില്യൻറ്റ് ചേർക്കണമെന്നൊരു
അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. നിലവിലായിട്ട് 10ാം ക്ലാസ്സിൽ മറ്റേ ടെസ്റ്റ് എഴുതി. അപ്പോൾ അതിൽ പ്രയോജനം കിട്ടിയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? പ്രയോജനം കിട്ടി. ബ്രില്യൻറ്റിൽ ഏത് പ്രോഗ്രാമിലായിരുന്നു? ബ്രില്യൻ്റ് റെസിഡൻഷ്യൽ പ്രോഗ്രാമിലായിരുന്നു ഞാൻ ഇപ്പോൾ. മേബും പറഞ്ഞു +1 വരെ പഠിക്കാൻ അത്ര കാര്യമായി പഠിച്ചിരുന്നില്ല, അതിനുശേഷമാണ് പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം എങ്ങനെയായിരുന്നു +1 ശേഷം? +1 ശേഷം എൻ്റെ പേരൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ജൂലൈ ഒക്കെ ആയപ്പോൾ +2 ഒക്കെ ആയപ്പോൾ ഹോസ്റ്റലിലേക്ക് നിർബന്ധിച്ച് അയച്ചായിരുന്നു. എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഇല്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പഠിക്കുന്ന കാണുമ്പോൾ എനിക്ക് മോട്ടിവേഷൻ പോലെ തോന്നി. എല്ലാവരും നമ്മുടെ ബ്രില്യൻറ്റിലുള്ള തൊട്ടടുത്തുള്ള എല്ലാവരും പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്തൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കായിരുന്നു. തോന്നുമ്പോൾ എപ്പോഴും വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം, എന്നിട്ടും അതിനുള്ള ഉത്തരം പറയും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പേരൻസ് നിർബന്ധിച്ച് ബ്രില്യൻറ്റിലേക്ക് വിട്ടതിൽ ഗുണം ഉണ്ടായെന്ന് ഇപ്പോൾ തോന്നുന്നു. ഗുണം ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ആദ്യം +1 +2 എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോച്ചിങ്ങോടെ ഇപ്പം എൻട്രൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കോച്ചിങ്ങോടെ സ്കൂളിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ബേസ് കിട്ടും. എൻട്രൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാ സ്കൂളിൽ പഠിക്കുന്ന പോലെ നമ്മൾ മഗപ്പ് ചെയ്യുന്ന അങ്ങനെയല്ല. കുറച്ചും കൂടി കൺസെപ്റ്റ് മനസ്സിലാക്കി അവിടുത്തെ ഇപ്പം മാന്നാനത്തെ പ്രൊഫസേഴ്സൊക്കെ അന്ന് ബ്രില്യൻ പ്രൊഫസേഴ്സിൻ്റെ നോളേജ് അത് ഭയങ്കരമാണ് ഒരു സബ്ജക്റ്റിൽ. അപ്പം അവരത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് സബ്ജക്റ്റ് കൂടുതൽ അറിയാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം എന്തായാലും നമ്മൾ +1 +2 പഠിക്കുന്നതോടൊപ്പം കോച്ചിങ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ അത് ഈവൻ നമുക്കിപ്പം ഒരു ഭാഗ്യക്കേട് കാരണം നീറ്റ് കിട്ടിയില്ലെങ്കിലും അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ +1 +2 കോച്ചിങ്ങും കൂടി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നമ്മുടെ +2 കാലഘട്ടത്തെ ക്ലാസ്സിനോടും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു കോച്ചിങ് ആ ഒരു തയ്യാറെടുപ്പുകൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ? അതെ, എനിക്ക് ബോർഡ് എക്സാമിനായിട്ട് ഞാൻ സ്കൂളിലെ ക്ലാസ്സസ് ഒന്നും ഓൺലൈൻ ആയിരുന്നല്ലോ. അപ്പം മെയിനായിട്ട് ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് ആണ് കണ്ടത്. ഓൺലൈൻ ക്ലാസ് അത്ര ശ്രദ്ധ പോരായിരുന്നു. അപ്പോൾ ബ്രില്യൻറ്റിലെ ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ ബോർഡ് എക്സാമും എഴുതിയത്. പക്ഷെ എനിക്ക് നല്ല 98.5 കിട്ടി. അപ്പം ബോർഡിന് എല്ലാം ഒരു സംഭവം തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, പിന്നെ അത് ഡിഫറെൻറ്റ് വേ ആണെന്നേ ഉള്ളൂ. ഈ വർഷം നീറ്റിന് എത്ര സ്കോറായിരുന്നു കരസ്ഥമാക്കിയിരുന്നത്? 675 മാർക്കാണ് തരുണിമ ഈ വർഷം നീറ്റ് എൻട്രൻസ് എക്സാമിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഉയർന്ന ഒരു സ്കോർ തന്നെയാണ് നമുക്കറിയാം. നീറ്റിൻ്റെ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ ഭാഗമല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു 2 വർഷം പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം 1 വർഷവും കൂടെ എൻ്റെ ലക്ഷ്യത്തിന് ഡോക്ടർ എന്ന ലക്ഷ്യത്തിനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു അല്ലേ? ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡോക്ടർ എന്ന ലക്ഷ്യം ബാല്യം മുതലേ മനസ്സിലുണ്ടോ? അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ഞാൻ ബാല്യം മുതലേ ഉണ്ടായിരുന്നില്ല. ഒരു 8ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നു. പിന്നെ 8ആകുമ്പോഴത്തേക്കും പാരൻസിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആകണം, അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഈ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞൊരു ഇമേജ് ഇങ്ങനെ പൊന്തി വന്നത്. അപ്പോൾ 10th കഴിഞ്ഞിട്ട് 10th ബ്രില്യൻ്റ് കണ്ടക്ട് ചെയ്ത് എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തു. കോഴിക്കോട് പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ട് പാലയിൽ ചേർന്നു. 2 ഇയർ കോഴ്സ് ചെയ്തു. പിന്നെ +2 ഇവിടെ വന്നിട്ടാണ് അറ്റൻഡ് ചെയ്തത് ഓൺലൈനായിട്ട്, കാരണം കൊറോണയൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ അറ്റൻഡ് ചെയ്തു. 1 ഇയർ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു, ഫുള്ള് എല്ലാം ഓൺലൈൻ കോച്ചിങ്. 10 ആയപ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ ഒരു ബ്രില്യൻറ്റിനെ പറ്റി അറിഞ്ഞു. പിന്നെ ഒപ്പം +1 +2 ഒപ്പം അത് ചെയ്യുകയാണെങ്കിൽ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അതറിഞ്ഞപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ എൻട്രൻസ് എക്സാം എഴുതിക്കുകയും ചാവറയിൽ കിട്ടി. പിന്നെ കൊറോണയാണ് നമുക്ക് വളരെ ഒരു വില്ലനായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നത്. കാരണം +1 കഴിഞ്ഞ പാടെ ചാവറയിൽ നിന്ന് തിരിച്ച് പോരേണ്ടി വന്നു, ഓൺലൈനിലേക്ക് മാറി. അതുകൊണ്ട് +2 പഠനം മുഴുവൻ വീട്ടിൽ വെച്ചായിരുന്നു. ഈ ഒരു ഓൺലൈൻ സമയത്ത് ബ്രില്യൻറ്റിൻ്റെ ഒരു കരുതൽ എങ്ങനെയുണ്ടായിരുന്നു? ബ്രില്യൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം, എനിക്ക് വേറെ അതിനകത്ത് ഒന്നും എനിക്ക് പറയാനില്ല. കാരണം അത്രമാത്രം ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബ്രില്യൻറ്റിൽ ഇത്രയും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. നന്ദിപ്പോൾ പറഞ്ഞു +1 +2 ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും നീറ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ മാർക്ക് എത്ര ഉണ്ടായിരുന്നു? 525 മാർക്ക് ഉണ്ടായിരുന്നു. 525 മാർക്ക്. സോ കുറച്ചുകൂടെ ഒരു നല്ലൊരു സ്കോറിന് വേണ്ടിയിട്ടാണ് 1 ഇയർ റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ സ്കോർ കരസ്ഥമാക്കിയിരിക്കുന്നത് 646. നല്ലൊരു മാർക്ക് തന്നെയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിൽ ഉറപ്പിക്കാം, ബ്രില്യൻറ്റിലെ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അർപ്പണ മനോഭാവമുണ്ടെങ്കിൽ അവരുടെ സ്വപ്നമായ ഡോക്ടർ, എഞ്ചിനീയർ എന്ന ലക്ഷ്യം ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹൈ ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ ഏറ്റവും തുച്ഛമായ ചിലവിൽ നേടിയെടുക്കാൻ സാധിക്കും. ഇത് ഒരു വെറും വാക്ക് മാത്രമല്ല, നിരവധി വിദ്യാർത്ഥികളിലൂടെ കാലം തെളിയിച്ച ഒരു സത്യമാണ്.